ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് തുമ്പോളി മാതാവിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തുമ്പോളി. ആലപ്പുഴ നഗരത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കാണുന്ന അതിമനോഹരമായ ഒരു തീരഭൂമി തുമ്പോളി. ഈ ദേശത്ത് നയനമനോഹരമായ വിശുദ്ധി പടർത്തുന്ന ഒരു പള്ളിയുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള മനോഹരമായ ഒരു പള്ളി. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഇവിടുത്തെ ദേശത്തിൻ്റെയും ചരിത്രം. തുമ്പോളിയിൽ വന്ന് അപേക്ഷിക്കുന്ന വിശ്വാസികളെ എന്തുകൊണ്ട് തുമ്പോളി അമ്മ കൈവിടുന്നില്ല? എന്താണ് ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ പ്രത്യേകത? ഈ ദേവാലയത്തെപ്പറ്റിയും ഇവിടെ കുടികൊള്ളുന്ന കപ്പലോട്ടക്കാരി അമ്മ എന്ന് വിളിക്കുന്ന തുമ്പോളി മാതാവിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തുമ്പോളി പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ തിരുസ്വരൂപമാണ് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം. ഈ തിരുസ്വരൂപവുമായി പാരീസിൽ നിന്നും കടൽമാർഗം വന്നിരുന്ന ഒരു പായ്ക്കപ്പൽ വലിയ കാറ്റിലും കോളിലും പെട്ട് ആടിയുലയുകയും അത് തുമ്പോളി കടൽപ്പുറത്ത് വന്ന് ഉറയ്ക്കുകയും ചെയ്തു. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം അങ്ങനെയാണ് തുമ്പോളി പള്ളിയിൽ സ്ഥാപിതമായത്. ഇന്നും തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അനുസ്യൂതം അവിടുത്തെ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ജനതയ്ക്കും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പായ്ക്കപ്പലിൽ വന്നതുകൊണ്ട് മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ എന്നും വിളിക്കുന്നു. പണ്ടുകാലത്ത് എല്ലാ പള്ളികളിലും മാതാവിൻ്റെ ഛായാചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം സ്ഥാപിക്കുന്ന ആദ്യത്തെ ദേവാലയമാണ് തുമ്പോളി പള്ളിയെന്നും വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു. AD 1680 തുമ്പോളി പള്ളിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും പള്ളി മുഴുവനായും കത്തി നശിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പള്ളിയുടെ മദ്ബഹയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. 1780 നമ്മൾ ഇന്ന് കാണുന്ന തുമ്പോളി ദേവാലയം നിർമ്മിക്കുന്നത്. ദേവാലയത്തിൻ്റെ മുന്നിലുള്ള വളരെ മനോഹരമായ മരിയൻ ഗ്രോട്ടോ 2014 നവംബർ 17 ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴി ആശീർവദിച്ചു. എല്ലാ വർഷവും നവംബർ 27 മുതൽ ഡിസംബർ 15 വരെയുള്ള തിരുനാൾ ആലപ്പുഴയിലെ ഏറ്റവും വലിയ മരിയൻ തിരുനാളുകളിലൊന്നാണ്. വരെ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ തുമ്പോളി മാതാവേ, കാറ്റും കോളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അമലോത്ഭവയായ പരിശുദ്ധ മറിയമേ, അമ്മയെപ്പോലെ വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി.